ദൈവവചനമായി നിർമ്മിക്കുവാൻ സർവശക്തനായ ദൈവം വീടിനെ അനുഗ്രഹിച്ച് അതിലേക്ക് സ്തുതിക്കുന്നു. ഇന്ന് അല്പനേര ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിവാഹം യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 22-23 വാക്യങ്ങൾ. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 22-23. പിന്നെ അമാവാസത്തോറും ശബത്തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരയ്ക്കുന്നത് യഹോവ അരുളിച്ചെയ്യുന്നു. മഹാപരിഷ്ഠനാമത്തെ ശ്രദ്ധിക്കുക. ഈ ഭൂമിയിലായിരിക്കുന്ന അടിയങ്ങളിൽ ഈ വിശുദ്ധ ശബത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ അടിയങ്ങളിൽ താഴ്മയോടെ ആയിരിക്കുന്നു. ദൈവം അവിടെ 4 ദിവസം കൊണ്ട് ഭൂമിയെല്ലാം സൃഷ്ടിച്ചു. അവിടെ ദൈവം വിശുദ്ധമാക്കി ശുദ്ധീകരിച്ചതായ വിശുദ്ധ ശബത്തിൽ നിന്നാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം മുഖാന്തരം അവിടെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായ ദിവസത്തിൽ നിന്റെ ജനം കർത്താവെ ഈ ദൈവാലയത്തിലായിരിക്കുന്നു. വരുവാനുള്ളതായ ലോകത്തിൽ കർത്താവ് ദൈവത്തെ ആരാധിക്കുന്നതിനായി നടത്താം. വിശുദ്ധ ശബത്തിൽ ഇവിടെ ദൈവത്തെ ശബത്തിൽ ആരാധിക്കുമെന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. ആ സ്വർഗീയ പ്രത്യാശയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ ചിന്തിക്കാൻ വചനങ്ങളാകണം അനുഗ്രഹിക്കുമാറാകണം. എല്ലാ മാനവമഹത്വം അവിടെ എടുക്കുമാറാകണം. ഇന്ന് വചനം സംസാരിക്കുവാൻ അടിയന് നാവിന്മേൽ അവിടുന്ന് ദൈവിക സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവമഹത്വം അവിടെ എടുക്കുമാറാകണം. യേശുവിന്റെ വിജയം നമുക്ക് തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ഇന്ന് വായിച്ചു കേട്ടതായ വാക്യം ഇപ്പോൾ വായിച്ചത് യെശയ്യാ 66-ന്റെ 22-23 വാക്യം. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ഒരിക്കലും മൈക്കിലൂടെ വായിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നതായ ഈ വേദഭാഗം പഴയ നിയമത്തിൽ ദൈവം നൽകിയ ഒരു പ്രത്യാശയുടെ വചനമാണ് വായിച്ചത്. യഹോവയെ ആരാധിക്കേണ്ടതെന്ന് നമുക്കറിയാം. എന്താണ്? വിശുദ്ധ ശബത്തിലാണ് ഈ ഭൂമിയിൽ നാം ആരാധിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ വരാതിരിക്കുന്നതായ ഭൂമി. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഭൂമിയും ഇപ്പോഴത്തെ ആകാശവും എല്ലാം എന്ത് ചെയ്യും? ഒരിക്കൽ ഇതെല്ലാം മാറിപ്പോകും. അനീതി ചെയ്യുന്നത് മനുഷ്യൻ അനീതി ചെയ്തുകൊണ്ട് ഇത് ലോകം എമ്പാടും നടക്കുമ്പോഴേക്കും ദൈവം യെശയ്യാവിലൂടെ പറയുകയാണ്, ഞാൻ ഒരിക്കൽ എൻ്റെ ആരാധന ഞാൻ ഒരിക്കൽ എന്ത് ചെയ്യും? അത് പുനഃസ്ഥാപിക്കും. ഈ ലോകം നശിച്ചു പോയാലും സകല മനുഷ്യരും ദൈവത്തെ ആരാധിക്കേണ്ടതായ ഒരു ദിവസമുണ്ട്. അന്ന് സകല മനുഷ്യരും ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുന്നു. ഇവിടെ ദൈവം പറയുന്നതായ ഒരു കാര്യം, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശം. അല്ലെ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സർവവും സൃഷ്ടിച്ചു. അല്ലെ, അപ്പോൾ ദൈവം തന്റെ പൂർണ്ണതയോടുകൂടി എല്ലാം സൃഷ്ടിച്ചു, എല്ലാം അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഒരു വിശുദ്ധ ദിവസവും ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനായി ദൈവം മനുഷ്യരുടെ ഇടയിൽ വെച്ചതായി കാണുന്നു. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം സ്ഥാപിച്ചതായ ചില കാര്യങ്ങൾ ആദം ഹവ്വയിലൂടെ അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ അവർക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അല്ലെ, അവർ പാപം അവരിൽ വന്നതോടുകൂടി അവരിൽ ചില ദൈവിക കാര്യങ്ങൾ നഷ്ടപ്പെട്ട് അവർ പോകുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിത ശൈലികൾ നോക്കുമ്പോൾ ദൈവവും അവരും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചു. അതുകൊണ്ടാണ് ദൈവം അവർക്ക് 10 കൽപ്പനകൾ എഴുതി കൊടുത്ത് എങ്ങനെ നിങ്ങൾ ആയിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ എന്നെ ആരാധിക്കേണ്ടത് എന്നാണെന്ന് ദൈവം അവർക്ക് മോശ മുഖാന്തരം ദൈവം തന്റെ കൈപ്പിടയാൽ എഴുതി കൊടുത്ത 10 കൽപ്പനകൾ ദൈവം അവർക്ക് എഴുതി കൊടുത്തു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഇസ്രായേൽ ജീവിതത്തിൽ ഉടനീളം വന്നപ്പോൾ അവർ ദൈവിക കൽപ്പനകൾ മറന്നുകൊണ്ട് അവർ മാനുഷികമായ ചിന്തകളും അവർ മുൻപുള്ള ജീവിത ശൈലികളും അവർ നിന്നതുകൊണ്ട്
അവർ എന്ത് ചെയ്തു? മുൻതൂക്കം കൊടുക്കാതെ ദൈവിക കൽപ്പനകൾ വിട്ട് അകന്നു പോകുന്ന മനുഷ്യരായി തീർന്നു. എന്നാൽ ദൈവം പറയുകയാണ്, എന്ത് പറയുന്നു? ദൈവം പറയുന്നു, എന്നാൽ നിങ്ങൾ ഒരിക്കൽ എന്ത് ചെയ്യും? ഇതെല്ലാം നശിച്ചു പോകും. ഇതെല്ലാം ഞാൻ നശിപ്പിച്ചിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം എന്ത് ചെയ്യും? സൃഷ്ടിക്കുമെന്ന് ദൈവം അവിടെ നിന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ കുറിച്ച് നാം കൂടുതലായി നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് പ്രതിവാദങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടം ആൾക്കാർ പറയും, ഇത് ഇസ്രായേലിൽ നിന്നുള്ള ജീവിതശൈലി അതോടുകൂടിയാണ് ഈ പാഠം പഠിക്കുന്നത്, ഈ വേദഭാഗം സൂചിപ്പിക്കുന്നത്. കാരണം വിശുദ്ധ ഇസ്രായേൽ മക്കൾ അവർ ആരാധിക്കുന്നതായ വിശുദ്ധ ശബത്ത് അത് അവരുടെ ആ പ്രയാസങ്ങളിൽ നിന്നും അവർ ആരാധിക്കുമെന്നാണ്. പക്ഷേ അവിടെ അങ്ങനെയല്ല നമുക്ക് കാണുന്നത്. കാരണം ഇത് വരുവാനിരിക്കുന്നതായ ഒരു ഭൂമിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതാണ് ദൈവം പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നമ്മളുടെ പേരും നമ്മുടെ സന്തതിയും പേരും എന്ത് ചെയ്യും? നിലനിൽക്കും. അല്ലെ? നമ്മുടെ പേര് നിലനിൽക്കണമെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവസന്നിധിയിൽ നാം ഏറ്റവും വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന്റെ വചനങ്ങളോട് നാം ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കണം. അതുപോലെ തന്നെ ഈ വേദഭാഗം നോക്കുമ്പോൾ 65 യെശയ്യാവ് 65:17 വാക്യവും തമ്മിൽ ഏതോ ബന്ധമുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുൻപിലത്തത് ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയില്ല. അല്ലെ? അപ്പോൾ പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുമ്പോഴേക്കും പഴയതിനെ കുറിച്ച് ആരും ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? ഒന്നും ഓർക്കുകയില്ല. അപ്പോൾ പഴയത് പാപം ചെയ്ത പ്രവൃത്തികൾ മുഖാന്തരം പഴയ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും ദൈവം തിരഞ്ഞെടുത്തതായ ഒരു കുറെ വ്യക്തികളെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അവിടെ സ്വരൂപിക്കുന്നതായി കാണുന്നു. നമുക്ക് 66 ആ ഭാഗങ്ങൾ തന്നെ നാം വായിക്കുമ്പോൾ അവിടെ ദൈവം 22 വാക്യം നാം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു പുതിയ ഭൂമിയെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ അവിടെ 23 വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം വീണ്ടും ഒരു ആരാധന, മനുഷ്യനുമായ ഒരു ആരാധന കാണിക്കുന്നു. എന്താണ്? പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും ദൈവസന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് പറയുന്നു. അല്ലെ? അപ്പോൾ ഇവിടെ ദൈവം പഴയ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചതുപോലെ തന്നെ ദൈവം ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോഴും അവിടെയും ആരാധിക്കുന്നത് എന്താണ്? വിശുദ്ധ ശബത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് അവിടെ കാണാം. അല്ലെ? അപ്പോൾ ഈ വേദപുസ്തകം നമ്മൾ മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. ഒന്നാമതായി ദൈവത്തിന്റെ സൃഷ്ടിപ്പും, രണ്ടാമതായി മനുഷ്യന്റെ വീഴ്ച. പാപമുഖാന്തരം മനുഷ്യൻ വീണുപോയി. എന്നാൽ വീണുപോയതായ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വീടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി ദൈവം സൃഷ്ടിച്ചു, രണ്ടാമതായി വീണുപോയ മനുഷ്യൻ, മൂന്നാമതായി ഒരു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പാണ് ആരിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു പ്രത്യാശയുടെ അനുഭവം നമുക്കുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് എവിടെ പോകാൻ കഴിയുള്ളൂ? ഇവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവിടെയും വിശുദ്ധ ശബത്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ വിശുദ്ധ ശബത്ത് നാം ഓർമ്മിക്കുക. അല്ലെ? ഈ വിശുദ്ധ ശബത്തിലാണ് ദൈവത്തെ നാം ആരാധിക്കുന്നത്. ആ ആരാധന നമ്മൾ എപ്രകാരമാണ് ദൈവത്തെ നാം ആരാധിക്കുന്നത്? നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വേണം നാം ആരാധിക്കാൻ. നാം അലക്ഷ്യരായി ആരാധിക്കാൻ പാടില്ല. അല്ലെ? ദൈവത്തെ നാം എത്രയും പ്രിയമുള്ളതായി നാം വരുവാനിരിക്കുന്ന സ്വർഗത്തിൽ ദൈവത്തോട് നാം മുഖാമുഖമായി നാം ആരാധിക്കണമെങ്കിൽ ആ കാണാത്തതായ ഈ ആരാധന നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോടുകൂടെയാണ് ആരാധന ചെയ്യുന്നത്. അല്ലെ? അപ്രകാരം ഒരു തീഷ്ണതയുള്ളവരായി നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ കഴിയുന്നത്. ഈ ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഇതുമായി 2 പത്രോസിന്റെ ലേഖനം വളരെ ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. 2 പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 3-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും.
ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇല്ല, 2 പത്രോസ് 3-ാം അധ്യായം അതിന് 13. എന്നാൽ നാം ഇവിടെ പറയുകയാണ്, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്നു. അല്ലെ, ഇവിടെ പത്രോസ് പറയുന്നതായ ലേഖനത്തിൽ നാം പറയുമ്പോൾ നാം എല്ലാവരും ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുനരാഗമന കാംക്ഷയാണ്. ദൈവത്തിന്റെ വരവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അല്ലെ, ഒരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ പുനരാഗമന കാംക്ഷയാണ്. അപ്പോൾ ദൈവത്തിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് ആ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഓരോരുത്തരാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നതായ കാര്യം എന്താ? ഒന്നുകൂടെ വായിക്കാം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് നാം കാത്തിരിക്കുന്നു. അല്ലെ, അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയതായ ആ വാഗ്ദത്ത ദേശം, ആ സ്വർഗീയ ഭവനം, അതിൽ നാം കടക്കണമെങ്കിൽ നാം ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പിന്റെ ഒരു ആവശ്യം ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാത്തിരിക്കേണ്ടവരാണ്. ആ ഒരു പ്രത്യാശയോടുകൂടി, കർത്താവായ യേശുക്രിസ്തുവിനുള്ള പ്രത്യാശയോടെ വിശ്വസിച്ചുകൊണ്ട് നാം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കിടക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ നഗരത്തിൽ നാം കടക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം അനുവർത്തിക്കണമെന്ന് വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കണം. അല്ലെ, ഒന്നാമതായി നാം എങ്ങനെയുള്ളവരായിരിക്കണം? നാം പ്രത്യാശ ഉള്ളവരായിരിക്കണം. അല്ലെ, നമുക്ക് എന്തിനോട് പ്രത്യാശ വേണം? ഒരിക്കലും ദൈവം വരുമെന്നും, അല്ലെ, അവൻ മേഘാരൂഢനായി വരുമെന്നും, അവന്റെ ആ പ്രത്യക്ഷതയിൽ ആദം ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടതായ ആ തേജസ് നമുക്ക് എന്ത് നൽകും? നമുക്ക് നൽകുമെന്നും ആ പ്രത്യാശയിൽ അവന്റെ വരവിൽ നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുന്ന ഒരു മഹത്വ പ്രത്യക്ഷത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ലെ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുക്കുമെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അല്ലെ, നമുക്കതിന്റെ 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം എന്നാണ് വായിക്കുന്നത്. പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം, 3:7. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ അത് തീക്കായി സൂക്ഷിച്ചു. അല്ലെ, അപ്പോൾ ദൈവം ഇപ്പോഴുള്ള ഈ ആകാശത്തെയും ഭൂമിയെയും എന്തിനു വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുന്നത്? തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അല്ലെ, ദൈവം ആദ്യം നശിച്ചു പോയതായ നമുക്കറിയാം. എങ്ങനെയാണ് നശിച്ചത്? ജലപ്രളയത്താൽ നശിച്ചു പോയി എന്ന്. എന്നാൽ ദൈവം വീണ്ടും വാഗ്ദത്തം ചെയ്തു, എന്താണ്? ഇനി ഞാൻ ഒരിക്കലും ജലത്താലുള്ള നാശം ഞാൻ വിടുകയില്ല. അല്ലെ, അപ്പോൾ ഇനി ദൈവം പറയുകയാണ്, ഞാൻ തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നെന്നും വായിക്കാം. തുടർന്ന് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുവിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളഞ്ഞു. അല്ലെ, അപ്പോൾ വരുവാനുള്ള ലോകത്തിൽ ദൈവം ന്യായം വിധിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ മറന്നു കളഞ്ഞു. ഇന്ന് ദൈവമില്ല എന്ന് മനുഷ്യൻ പറഞ്ഞു നടക്കുകയാണ്. മുൻപത്തെ കാലഘട്ടങ്ങളിൽ ദൈവമില്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അല്ലെ, നമുക്ക് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി, അല്ലെ, അവർ മീഡിയ മാധ്യമങ്ങളിൽ പറയുകയാണ് ദൈവമില്ല എന്ന്. അപ്പോൾ അന്നുള്ള കാലഘട്ടത്തിലും ഇന്നുള്ള കാലഘട്ടത്തിൽ വ്യത്യാസമുണ്ട്. ലോകത്തിന്റെ അവസാനത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യും? ദൈവമില്ല എന്ന് കൊണ്ട് തന്നെ പറയുമെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ആരാണ് പറയുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ. അല്ലെ, മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നതാണ്. എന്നാൽ ദൈവമക്കൾ എന്ന് പറയുന്നു,
നമുക്കൊരു വാഗ്ദത്തം നിറവേറ്റിയിരിക്കുകയാണ്. ഒരു വാഗ്ദത്തം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ആര്? കർത്താവായ യേശു ക്രിസ്തു. അവനിലൂടെ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി വരുവാനുള്ള പുത്തനേശിനെ വരുന്ന ആ ഒരു സാധ്യത അല്ലെ, അത് വിളങ്ങുമ്പോൾ, അത് ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ നാം പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നു. അവിടെ എന്താണ്? 1 പത്രോസ് 1:4. അവിടെ പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധിക്കൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം അല്ലെ. അപ്പോൾ നമ്മുടെ അജ്ഞാന കാലത്ത് നാം ചെയ്തു പോയ തെറ്റുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മെ വിളിച്ച വിശുദ്ധിക്കൊത്തവണ്ണം. നമ്മെ വിളിച്ചവൻ ആരാണ്? അവൻ വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ് അല്ലെ. അപ്പോൾ വിശുദ്ധിയിൽ വസിക്കുന്നതായ ദൈവം നമ്മെ വിശുദ്ധിയിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് ആ വിശുദ്ധിയിലേക്ക് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ആ വിശുദ്ധിയിൽ പ്രവേശിക്കാൻ, ആ സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കാൻ പോകാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ആ ഒരു പ്രത്യാശയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് അല്ലെ. അപ്പോൾ ദൈവത്തിന്റെ വരവിനായി ദൈവം പഴയ ഭൂമിയെ ദൈവം നശിപ്പിച്ച് പുതിയൊരു ഭൂമി സ്ഥാപിക്കും. അവിടെ ഇപ്പോ പഴയ ഭൂമിയെ ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട് അല്ലെ. ഇതെല്ലാം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ആ വിശുദ്ധ നഗരം എന്ന സ്വർഗീയ സിംഹാസനത്തിൽ പ്രവേശിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ പുത്തനേശിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം. ഒന്ന്, നാം വിശുദ്ധ ജീവിതം നാം നയിക്കണം അല്ലെ. ഒരു കാര്യം നാം മനസ്സിലാക്കുക, നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? നമ്മൾ ആദ്യം പാസ്പോർട്ട് എടുക്കണം അല്ലെ, എന്നിട്ട് വിസ എടുക്കണം, എന്നിട്ട് ഇതെല്ലാം കൊണ്ട് നമ്മൾ ആ രാജ്യത്ത് പോകാൻ തക്കണം. നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോഴേക്കും നമ്മളെ ഒന്നും അവർ പരിശോധിക്കും. നമ്മളിൽ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നമ്മൾ ആ ദേശത്തേക്ക് പോകും. ഒരിക്കലും നമ്മളെ ഏറ്റുവിടുകയില്ല. ഏത് മനുഷ്യനാണെങ്കിൽ തന്നെയും, ഏത് മഹാനാണെങ്കിൽ തന്നെയും ഒരിക്കലും നമുക്ക് അവിടെ പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായ പുത്തനേശിനെ എന്ന പുതിയ നഗരം ദൈവം സ്ഥാപിക്കുമ്പോൾ അവിടെ നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെയുള്ളവരായിരിക്കണം. വിശുദ്ധ ജീവിതം നാം നയിച്ചവരായിരിക്കണം. ദൈവത്തോട് പ്രിയമുള്ളവരായിരിക്കണം. അവന്റെ വിശുദ്ധ ചടങ്ങുകൾ പ്രമാണിക്കുന്നവരായിരിക്കണം. അവന്റെ വചനങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കടക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അപ്പോൾ വെളിപാട് പുസ്തകം 21-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 1-ാമത്തെ വാക്യം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നതായ ഒരു വാക്യമാണ്. അവിടെ എന്താണ് പറയുന്നത്? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശമോ ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു അല്ലെ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നതായ കാര്യങ്ങൾ പ്രകാരമാണ്. എന്താണ് കണ്ടത്? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു അല്ലെ. അപ്പോൾ ഏകാന്ത തടവിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഒരു സ്വർഗീയ ദർശനം യഹോവയായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവിടെ യോഹന്നാൻ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ യോഹന്നാൻ കണ്ടതായ ഒരു കാര്യമാണ്. എന്താണ് കണ്ടത്? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി അല്ലെ. അപ്പോൾ പുതിയതൊന്ന് വരുമ്പോൾ പഴയ എന്ത് ചെയ്യും? അത് മാറിപ്പോകും അല്ലെ. യോഹന്നാന്റെ വെളിപാടിൽ നാം കാണുമ്പോൾ നാം മനസ്സിലാക്കുക, പഴയ ഭൂമിയും പഴയ ആകാശവും എന്ത് ചെയ്തു? അത് മാറിപ്പോയി. അത് വായിക്കാം. സമുദ്രമില്ല, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള
മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അല്ലെ, ഇവിടെ സ്വർഗീയമായ ഒരു ദർശനം കാണുമ്പോൾ അവിടെ പുത്തനേശ്വരം എന്ന് പറയുന്ന പുതിയ നഗരം വരുന്നതായി ആര് കാണുന്നു? യോഹന്നാൻ കാണുന്നു. യോഹന്നാൻ ഇത് ഏത് അവസ്ഥയിലാണ് ഇരുന്ന് കണ്ടതെന്ന് നമുക്കറിയാം. ഏത് അവസ്ഥയിലാണ്? പത്മോസ് ദ്വീപിലാണ്, താൻ ഏകാന്ത തടവിലാണ്. ഇനി ഒരിക്കലും ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി ഒരിക്കലും എന്റെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുന്നു കൊണ്ട് വളരെയധികം മാനസികമായി പ്രയാസം അനുഭവപ്പെടുമ്പോൾ ദൈവം യോഹന്നാന്റെ തോളിൽ തട്ടി ഒരു സ്വർഗീയ ദർശനങ്ങൾ അവനെ കൊണ്ടുപോവുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വരുമാനിരിക്കുന്നതായ ആ സ്വർഗീയ ദർശനം നാം അനുഭവിക്കണമെങ്കിൽ, ആ പട്ടണത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം എങ്ങനെയായിരിക്കണം? നമുക്ക് 22-ാം അധ്യായം വായിക്കാം. അതിന് 14-ാമത്തെ വാക്യം മുതൽ വായിക്കാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 22-ന്റെ വെളിപാട് 22-ന്റെ 10 മുതൽ വായിക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അടുപ്പുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ ശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. അല്ലെ, ഇവിടെ യഹോവയായ ദൈവം കർത്താവായ യേശുക്രിസ്തു കൊടുക്കുന്ന അരുളപ്പാട് യോഹന്നാൻ, ഇതാ ഞാൻ വേഗം വരുന്നു. ഒരു മനുഷ്യൻ ദൈവം പറഞ്ഞു ഭൂമിയെ ഞാൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം വെച്ചിരിക്കുകയാണ്. അവിടെ മനുഷ്യൻ പാപം നിമിത്തം വീണുപോയെങ്കിൽ, മനുഷ്യന്റെ അതിക്രമം നിമിത്തം മനുഷ്യൻ വീണുപോയെങ്കിൽ ഇനിയും പാപത്തിൽ തുടരുന്നവർ അവരുടെ പാപത്തിൽ തുടരട്ടെ എന്നല്ല, അനീതി ചെയ്യുന്നവർ ഇനിയും തന്നെ അനീതിയിൽ തുടരട്ടെ എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അനീതി വിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തിലേക്ക്, ഒരു വീണ്ടെടുപ്പിന്റെ പ്രത്യാശയിലേക്ക് നിങ്ങൾ മടങ്ങിടണമെന്നാണ് അദ്ദേഹം വചനം പറയുന്നത്. അല്ലെ, അപ്പോൾ നീതിമാൻ ഇനിയും തന്നെ തന്നെ നീതീകരിക്കട്ടെ. നമ്മുടെ നീതി പ്രവർത്തികൾ നാം നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ നീതികൾ എന്താകണം? ഇത് പ്രസിദ്ധമാകണം. മറ്റുള്ളവർ നിങ്ങളുടെ നീതിയെ കണ്ട് മനസ്സിലാക്കണം അവർ ദൈവമക്കളാകുന്നു എന്നുള്ളതിനെ കുറിച്ച്. അല്ലെ, എങ്കിൽ മാത്രമേ ദൈവിക വചനങ്ങൾ അവിടെ നിറവേറുകയുള്ളൂ, ദൈവമക്കൾ എന്നുള്ള ഒരു അവകാശം ലഭിക്കുള്ളൂ. അവിടെ എന്താണ് താഴ്ത്തെന്ന് പറയുന്നത്? ഓരോരുത്തരും കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ വെളിപാട് പുസ്തകം 14-ാം അധ്യായം നാം നോക്കുമ്പോൾ അവിടുത്തെ ആ വാചകം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഈ പരിഭാഷ പറയുന്നത് നമുക്ക് ജീവവൃക്ഷത്തിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അധികാരം. എങ്ങനെ നമുക്ക് അധികാരം ലഭിക്കും? ജീവവൃക്ഷത്തിൽ നമുക്ക് അധികാരം ലഭിക്കും. ഈ അധികാരം ലഭിക്കണമെങ്കിൽ ഇത് നഷ്ടപ്പെടുത്തിയ വ്യക്തികളെ കാണാൻ കഴിയും. ആരാണ് ഇത് നഷ്ടപ്പെടുത്തിയത്? ജീവവൃക്ഷത്തിന്റെ ഫലം. ആദം ഹവ്വയ്ക്ക് ഈ ഫലം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ദൈവം 6 ദിവസം കൊണ്ട് ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, എല്ലാം സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? തോട്ടത്തിലാക്കി. അവിടെ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നതായ ജീവവൃക്ഷം കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് കഴിക്കാൻ പാടില്ലാത്തതായ വൃക്ഷത്തെ കുറിച്ച് ദൈവമാണ്. അവരെന്ത് ചെയ്തു? ദൈവം പറഞ്ഞതിന് വിപരീതമായി അവർ പ്രവൃത്തി ചെയ്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ പാപം ചെയ്തു. അപ്പോൾ ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ അനുഭവത്തിൽ നിന്നും അവരെന്ത് ചെയ്തു? ദൈവം അവരെ അവകാശം മാറ്റിയതായി നമുക്ക് കാണാം. അപ്പോൾ ദൈവത്തിന് വിപരീതമായി സംസാരിക്കുന്നവർ, ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? ആ വൃക്ഷത്തിൽ നിന്നും ദൈവം അധികാരം നഷ്ടപ്പെടുത്തും. എന്നാൽ ഇവിടെ പറയുന്നത് ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടി കടക്കേണ്ടതിന്
അല്ലെ? ഏത് ഗോപുരത്തിലാണ്? പുത്തനേശ്വരം എന്ന പുതിയ നഗരം ദൈവം സ്ഥാപിക്കുമ്പോൾ ആ നഗരത്തിൽ നമ്മൾ കടക്കണമെങ്കിൽ നമ്മുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യമാണ്. ഇവിടെ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണമെങ്കിൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡ് ബൈബിൾ വിവർത്തനത്തിൽ ഇതിനെക്കുറിച്ച് കാണാം. അതുപോലെ തന്നെ കിങ് ജെയിംസ് വിവർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടുതൽ കാഴ്ച നോക്കിയാണ്. കിങ് ജെയിംസ് വിവർത്തനത്തിൽ കാണുമ്പോൾ അതിന്റെ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു. അല്ലെ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. അപ്പോൾ ഈ പട്ടണത്തിൽ നമ്മൾ കടക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വസ്ത്രം അലക്കുന്നവരായിരിക്കണം, അഥവാ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കണം. ഇവിടെ യഹോവയായ ദൈവം പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കുന്നതായ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുമ്പോൾ സകല മനുഷ്യരും എന്നെ ആരാധിക്കാൻ വരുന്നതായ ദിവസം എന്താണ്? വിശുദ്ധ ശബ്ദത്തിനാണ് അവർ ആരാധിക്കാൻ വരുന്നത്. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ ആ പുതിയ നഗരം സ്ഥാപിക്കുമ്പോൾ, പുത്തനേശ്വരം എന്ന പുതിയ നഗരം സ്ഥാപിക്കുമ്പോൾ ആ നഗരത്തിൽ നമ്മൾ കടക്കണമെങ്കിൽ, ജീവവൃക്ഷത്തിൽ നമുക്ക് അധികാരം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അവന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ കടക്കാൻ കഴിയുകയുള്ളൂ? നമുക്ക് ആ പുതിയ പട്ടണത്തിൽ കടക്കാനും കഴിയുകയുള്ളൂ. ദൈവം അനുവദിച്ചതായ ജീവവൃക്ഷത്തിൽ ഓഹരിക്കാനാണ് കഴിയുക. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചിട്ടുള്ളൂ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദം ഹവ്വയ്ക്ക് ദൈവം കൊടുത്ത ആ വൃക്ഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവത്തിന്റെ കൽപ്പനകളായിരുന്നു. നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷം. നമ്മൾ കൂടുതലായി ധ്യാനിച്ചു നോക്കുക. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി അറിവുകൾ തരും. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ ദൈവത്തിന്റെ കൽപ്പനയായിരിക്കും അവർ കൊടുത്തത്. അവരെന്ത് ചെയ്തു? നന്മ തിന്മകൾ നമുക്ക് അറിയാൻ കഴിയും. എങ്ങനെ അറിയാൻ കഴിയും? ദൈവത്തിന്റെ കൽപ്പന എന്താണ് പറയുന്നത്? 10 കൽപ്പനയും പറയുന്നത് അങ്ങനെയാണല്ലേ? ഓരോ കൽപ്പനയും എടുത്തു നോക്കുമ്പോൾ അത് നന്മയും തിന്മയും തമ്മിൽ വിവരിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യർ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന്റെ കൽപ്പനകൾ വേണ്ട എന്ന് പറയുന്നു. അവരും പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നാൽ പോകാൻ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല, അല്ലെ? ദൈവത്തിന്റെ ആ പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ സ്വർഗീയ ഭവനം ഭൂമിയിൽ അത് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, നമുക്കത് ലഭിക്കണമെങ്കിൽ, ആ പട്ടണത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം ഒന്നാമത് ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിച്ച് പോകണമെന്ന് ദൈവവചനം നമ്മെ പറയുന്നു, അല്ലെ? അപ്പോൾ ദൈവത്തിന്റെ ആ പട്ടണത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം കൽപ്പനകൾ അനുസരിച്ചാണ്. എന്നാൽ നിങ്ങൾക്ക് അത് പ്രവേശിക്കാതിരിക്കാനും തക്കവണ്ണം കഴിയും. എങ്ങനെ കഴിയും? അതിന്റെ താഴോട്ട് വായിക്കാൻ 15 വാക്യം പറയുകയാണ്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും കോഷ്ടിൽ പ്രിയപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ, അല്ലെ? അപ്പോൾ ഈ പട്ടണത്തിൽ കടക്കാൻ കഴിയാത്തതായ വ്യക്തികളെ അതിന്റെ താഴെ പറയുകയാണ്. ആരൊക്കെയാണ് കടക്കാത്തത്? ഒന്നാമതായി കടക്കാത്തത് ആരാണ്? ഒന്നാമതായി നായ്ക്കളുടെ സ്വഭാവം നമുക്കറിയാം. എന്താണ് നായ്ക്കളുടെ സ്വഭാവം? അതിന്റെ ശ്രദ്ധിക്കുന്നതിനെ തന്നെ അത് വീണ്ടും ഭക്ഷിക്കുന്നതായി കാണും. അത്രയ്ക്ക് നിഷ്ഠമായ ഒരു ജീവിയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ആ തീഷ്ണതയോടെ നിൽക്കുകയും ചില അവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറുമ്പോൾ നാം വിശ്വാസം തള്ളിപ്പറഞ്ഞുകൊണ്ട് നായ്ക്കളെ പോലെ നാം പോവുകയും ചെയ്യും. പക്ഷെ ഇതിലൊന്നും വീണ്ടും തിരിച്ചു വരികയും രണ്ടും കണ്ട അവസ്ഥയിലേക്ക് നാം കടക്കുകയും ചെയ്യും, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും അപ്രകാരമാവാൻ പാടില്ല. ആ പ്രത്യാശ, ദൈവത്തിനുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് നാം പോവുക. ഏത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ പോകുക, മുൻപോട്ട് തന്നെ നാം പോവുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തിമോഥെയോസിന്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ദൈവം എന്താണ് ചെയ്യുന്നത്? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു.
അത് എനിക്ക് മാത്രമല്ല, ദൈവത്തിൽ പ്രിയം വെച്ചതായ സകല മക്കൾക്ക് വെച്ചിരിക്കുകയാണ്. അപ്രകാരം ഒരു ഓട്ടം ഓടുവാൻ തക്കവണ്ണമാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ വഴിയിൽ നാം എന്ത് ചെയ്യാൻ പാടില്ല? നാം ഒരിക്കലും വീണുപോകാൻ പാടില്ല. അല്ലെ? ഇവിടെ കുലപാതകന്മാരും ദുർനടപ്പുകാരും, അല്ലെ, ബിംബാരാധികളും. ഇന്ന് ലോകത്തിൽ ഏറെയും ആരാണ്? ബിംബ ആരാധികളാണ്. ഇവിടെ നാം നേരത്തെ നാം വായിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുന്നത് എന്നാണ് ആരാധിക്കുന്നത്? വിശുദ്ധ ശബ്ദത്തിലാണ്. അവിടെ ദൈവം വ്യക്തമായി പറയുകയാണ്. എന്നാണ് പറയുന്നത്? ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശത്തിലും എന്നാണ് ആരാധിക്കുന്നത്? വിശുദ്ധ ശബ്ദത്തിലാണ്. അപ്പോൾ പഴയതിലും എന്നാണ് ആരാധിക്കുന്നത്? വിശുദ്ധ ശബ്ദത്തിലാണ്. അപ്പോൾ വരുവാനിരിക്കുന്ന ലോകത്തിലും ഈ ലോകത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടതായ ഒരേ ദിവസം എന്ന് പറയുന്നത് അത് വിശുദ്ധ ശബ്ദത്തിലാണ്. അല്ലെ? ഇന്ന് മനുഷ്യൻ എങ്ങനെയുള്ളവരാണ്? ബിംബ ആരാധികളാണ്. ബിംബങ്ങളെ ആരാധിക്കുന്നു. അല്ലെ? ബിംബ ആരാധികളും ഫോർട്ടിൽ പ്രിയപ്പെടുന്നവരുമാണ്. ഇന്ന് മുഴുവനെ കുറിച്ച് ഒരു കുറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നാം ബോഷ്ടിൽ പ്രിയപ്പെടും. അല്ലെ? അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയും. അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയും. നമ്മളും എന്ത് ചെയ്യും? നമ്മളെ കുറെ കാര്യങ്ങൾ അവരെ കുറിച്ച് പറയും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ബോഷ്ടിൽ ഒരിക്കലും നമ്മൾ പ്രിയപ്പെടാൻ പാടില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ നാവിനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കടിഞ്ഞാണിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ വിശ്വാസിയായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു അവിശ്വാസിയോ മറ്റുള്ളവരോ വന്ന് ആരുടെയും പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ നാവ് നിങ്ങൾ പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ കടിഞ്ഞാണിട്ടുകൊണ്ട് വെക്കണം. അല്ലെ? ദൈവം പറയുകയാണ്, ഒരു മനുഷ്യനെ വിധിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഒരു അധികാരവും ദൈവം തന്നിട്ടില്ല. ഒരു മനുഷ്യനെ വിധിപ്പാനോ ഒരു മനുഷ്യനെ കുറ്റം പറയുവാനോ ഒരിക്കലും ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. ദൈവം എല്ലാം മാറ്റി വെച്ചിരിക്കണം. അല്ലേ? എന്തിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്? ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആ ഒരു വരവിന് വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അല്ലെ? ഇവിടെ താഴോട്ട് വായിക്കാം. പ്രിയപ്പെടുന്ന യവനും പുറത്ത് തന്നെ 16 വാക്യം. നിങ്ങളോട് ഇത് സാക്ഷി നൽകാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. ഇവിടെ 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കാം. 2:22-ാമത്തെ വാക്യം. എന്നാൽ സ്വന്തം ശക്തിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെടി ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. അതെ. അപ്പോൾ ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, അല്ലെ, അവിടെ നായെ കുറിച്ച് പറയുകയാണ്. നായയുടെ ജീവിതത്തിൽ നാം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വീഴ്ന്നു പോകാൻ പാടില്ല എന്ന് സ്പഷ്ടമായി പറയുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു താരതമ്യം ചെയ്യുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം നാം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസ്തയോടെ ഇരിക്കും. നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പാപം ആദിമ സമയത്ത് എങ്ങനെയാണ് പാപം വന്നത്? അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ ദൈവിക സഭയിലെല്ലാം കൂടി വന്നല്ലേ, എല്ലാവരും വിറ്റ് അവർക്കുള്ളതെല്ലാം കൊണ്ട് ദൈവിക സഭയിൽ കൊടുത്തു. എല്ലാവരും വിറ്റ് എല്ലാവർക്കും പൊതുമുതലെന്ന് കാണാൻ അവിടെ ഒരു വലിപ്പ ചെറുപ്പമില്ലാതെ വന്നു. അവിടെ ദൈവത്തിന്റെ ആലയത്തിൽ അവിടെ നിന്ന് ഒരു പക്ഷപാതം കാണിച്ചത് വീട്ടിൽ കുറച്ച് ആലയത്തിൽ വെച്ചതാരാണ്? സബീറയും അനന്യ. അവരുടെ ജീവിതത്തിൽ അവർ ചില തെറ്റുകൾ ചെയ്തു. തനിക്ക് ലഭിച്ചതായ വസ്തുക്കളിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ദൈവം പറഞ്ഞു, നീ എല്ലാം കൊണ്ടുവരാം. അവർ തീരുമാനിച്ചത് പ്രകാരം എല്ലാവരും ഒരുപോലെയാണ് കാണാൻ. പക്ഷേ അവർ വിശ്വസ്തരല്ലായിരുന്നു. അല്ലെ? അപ്പോൾ അവർ പാപം ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ യേശുവാണ് എന്ത് ചെയ്യും? അവരുടെ പാപങ്ങൾ ക്ഷമിച്ചവർക്ക് കൊടുക്കുമായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ഒരിക്കലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. ആ ക്ഷണത്തിൽ തന്നെ അവരെന്ത് ചെയ്തു? അവർ മരിച്ചു പോയതായി കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വിശുദ്ധ ശബ്ദത്തിന്റെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം പൂർണ്ണ ഹൃദയത്തോടു കൂടി നാം എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിലാക്കി തന്നെ പോകാൻ തക്കോളം ദൈവം ആഗ്രഹിക്കണം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ
വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ഇവിടെ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ദൈവം പറഞ്ഞു തിന്നരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ആര് തിന്നു? ആദം ഹവ്വ അവർ തിന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഒന്നാമതായി സൃഷ്ടി അല്ലെ, ദൈവം സൃഷ്ടിയിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. അവർ അതിൽ നിന്നും തെറ്റി വീണതായി കാണുന്നു. ആ തെറ്റിൽ നിന്നും അവർ പാപത്തിലേക്ക് വന്നു. പാപം ചെയ്തത് മുഖാന്തരം സകല മനുഷ്യരിലും പാപം ഉണ്ടാവായി അല്ലെ. എന്നാൽ പാപത്തിൽ നിന്നതായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ക്രിസ്തു യേശുവിലൂടെ ആ ഒരു പ്രത്യാശ ദൈവം ലോകത്തിൽ സകല മനുഷ്യർക്ക് നൽകി. ആ ഒരു പ്രത്യാശ മുഴു ലോകത്തിന് നൽകി. എന്നാൽ ആദം നഷ്ടപ്പെട്ടതായ ആ ഒരു കാര്യം അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുവാൻ പോവുകയാണ് അല്ലെ. ആ പുത്തനേശുരം എന്ന് പറഞ്ഞ പുതിയൊരു നഗരം ദൈവം നമുക്ക് സ്ഥാപിക്കുമ്പോൾ ആ യോഹന്നാൻ കണ്ടതായ ദിവ്യ ദർശനത്തിൽ കണ്ടതുപോലെ, യെശയ്യാവിലൂടെ കണ്ടതുപോലെ അല്ലെ. യെശയ്യാവ് ആഴത്തിൽ കണ്ടു, പക്ഷെ യോഹന്നാനിലൂടെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാക്കി തന്നു. നമ്മുടെ ജീവിതത്തിൽ ആ പട്ടണത്തിൽ നമ്മൾ കടക്കണമെങ്കിൽ, ആ പുത്തനേശുരം എന്ന് പറഞ്ഞ പുതിയൊരു നഗരത്തിൽ കടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം എങ്ങനെയായിരിക്കണം. നമുക്ക് ഒരുപക്ഷെ ആ നഗരത്തിൽ കിടക്കാം അല്ലെ. അതുമല്ലെങ്കിൽ നമുക്ക് കടക്കാതെയും ഇരിക്കാം. അവിടെ ഏത് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 15 മുതൽ താഴോട്ട് 17 വരെ വായിക്കുമ്പോൾ അവിടെ ആ കിടക്കാതെ വേണം ഏതെല്ലാം മനുഷ്യരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഉണ്ടെങ്കിലും നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും അല്ലെ. ഇന്ന് ലോകത്തിൽ ബിംബാരാധികളും പോസ്റ്റിൽ പ്രിയപ്പെടുന്നവരും മറ്റെല്ലാ രീതിയിലും ജീവിക്കുന്നവരുമാണ്. അവർ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? ദൈവത്തിന്റെ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. അവിടെ പ്രവേശിക്കണമെങ്കിൽ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്രകാരം നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? 138 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. 1 മുതൽ 2 വരെ വാക്യം വായിച്ചിട്ടുണ്ടാം. 138 സങ്കീർത്തനം. സങ്കീർത്തനം ഇവിടെ പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നോക്കി നമസ്കരിച്ചു. നിന്റെ ദയയും വിശ്വസതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കണം? നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ആരാധനകളിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ മണ്ണിൽ നിന്നും വരുന്നതായ സ്തോത്രയാഗം നാം എപ്പോഴും അർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം ഒരു പ്രസംഗം കേട്ട് നമ്മൾ പോകുന്നവരായിട്ടല്ല. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞ 6 ദിനങ്ങളിലെ വേണ്ടി ദൈവം വഴി നടത്തി ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവാലയത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ആർക്ക് സ്തോത്രം ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കണമെന്നാണ് ദൈവം കർമ്മം പറയുന്നത് അല്ലെ. അപ്രകാരം നമ്മുടെ നാവുകളെ ദൈവസന്നിധി താഴ്ത്തി ആ പുത്തനേശുരം എന്ന നഗരം ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുമ്പോൾ അതിൽ കിടക്കാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ. അതിനുവേണ്ടി ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.